അതപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ വരുന്ന കർത്താവേ, തുടർന്നുള്ള നിമിഷങ്ങൾ അങ്ങ് ഞങ്ങളോട് സംസാരിക്കും. ഞങ്ങളുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി വെളിപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. നിറഞ്ഞ ആത്മസാന്നിധ്യം. ആമേൻ. ഐ ക്യാൻ ഫീൽ ദ വചനത്തിൽ ഇങ്ങനെ പറയുന്നത് വെയിറ്റ് ഓഫ് ഗ്ലോറി. അല്ലല്ലോ, ഗ്ലോറിക്ക് വെയിറ്റ് ഉണ്ട്. ആമേൻ. അടുത്തവർ കരം കൊടുത്ത് പറഞ്ഞിട്ടൊരു വെയിറ്റ് ഉണ്ട്. ആമേൻ. ഗ്ലോറിക്ക് വെയിറ്റ് ഉണ്ട്. ഈ വെയിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെയിറ്റ് താങ്ങാൻ പറ്റത്തില്ല, അത് കൂടിയ. ആമേൻ. പറ്റുമോ? ആമേൻ. ഈ പെട്ടെന്ന് വെയിറ്റ് വന്ന് നമ്മുടെ ദേഹത്ത് വീണെന്ന് പറ്റും? പിടിച്ചിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഈ ഗ്ലോറിയുടെ വെയിറ്റ് ഈ അനുഭവിച്ചതാണ് പെന്തക്കോസ് ഗോളം. ആമേൻ. ഹല്ലേലൂയ. ആ റിസീവ് ചെയ്യാൻ റെഡിയായിരുന്ന ആ വെയിറ്റ് നമ്മൾ അനുഭവിക്കും. ഈ എന്നോട്ട് ദൈവസഭ ദൈവശക്തി അളക്കാൻ തുടങ്ങിയോ? ആമേൻ. അത് പിടിക്കാൻ അനുഭവിക്കാൻ കഴിയാതെ മാറി. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഇഫ് യു ആർ പ്രിപ്പയർഡ്, അതിൻ്റെ ഗ്ലോറിയെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. കണ്ണുകളൊന്ന് അടച്ചാട്ടെ. ആ ഗ്ലോറി ഇന്ന് നിങ്ങളുടെ മേൽ വീഴാൻ പോവുക. സോഖോമാനാന്ധരബന, വെയിറ്റ് ഓഫ് ഗ്ലോറി. വചനം ഇങ്ങനെ പറയുന്നു, വെയിറ്റ് ഓഫ് ഗ്ലോറി. ഇന്ന് പകൽ വചനത്തിൻ്റെ ഗ്ലോറി, റബാ ഹസ്സക്കിരിബ, ദൈവിക ഗ്ലോറി നിങ്ങളുടെ ദേഹത്ത് ഇപ്പോൾ വീഴുക. അത് കയറി പിടിച്ചാട്ടെ. അല്ലാക്കും അതിന് ശക്തി ഉണ്ട് കേട്ടോ. അത് രോഗത്തിൽ നിന്ന് വിടുവിക്കുക. നിൻ്റെ വിഷയത്തിൻ്റെ അകത്തുനിന്ന് വിടുതൽ വിഹാരം. റബാ ഹസ്സക്കര, അത് ശക്തിയെ റാഖ ആർക്കും അളക്കാൻ പറ്റത്തില്ല. അവൻ്റെ ശക്തി ആർക്കും അളക്കാൻ പറ്റാത്ത രീതിയിൽ റാഖമാനാന്ധര പിടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നിനക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ? ഇന്ന് പകൽക്കാലം പിടിച്ചെടുക്കാൻ പറ്റുമോ? അതൊന്ന് പിടിച്ചെടുത്താട്ടെ. ഇസ്രായേൽ മക്കളുടെ 2-3 കാര്യങ്ങൾ നമ്മൾ വെച്ച് മറും എന്ന് പറഞ്ഞാൽ ദൈവത്തെ അവർ കിട്ടാത്ത നന്മകളെ ഓർത്ത്, കിട്ടാത്ത അനുഭവങ്ങളെ ഓർത്ത്, അവരുടെ പ്രതിസന്ധി എന്നോർത്ത് എപ്പോഴും ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. പക്ഷെ അവരുടെ അനുഭവത്തിലും ആ ഇടയിലും അവരുടെ ജീവിതത്തിൽ പല ദൈവത്തെ സ്തുതിച്ച കാര്യങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. സങ്കീർത്തനം 124 1 വാക്യം ഒന്ന് വായിക്കാം. സാംസ് ചാപ്റ്റർ 124 വേഴ്സ് 1. ദൈവം നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ, ആമേൻ, if Lord was not on our side. ഇസ്രായേൽ മക്കൾ പറയുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ആമേൻ. ഇസ്രായേൽ മക്കൾ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലാതിരുന്നുവെങ്കിൽ മതി. ഇന്ന് 2025 അവസാനത്തെ സൺഡേയാണ്, ലാസ്റ്റ് സൺഡേ. 3 സൺഡേസ് നമ്മുടെ മുമ്പിൽ കടന്നുപോയി. നിങ്ങളിന്ന് പറയണം, ദൈവം നമ്മുടെ പക്ഷത്തില്ലാതിരുന്നെങ്കിൽ. ഹല്ലേലൂയ. ഇന്നിവിടെ ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇന്ന് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്നെ പെട്ടിക്കകത്താകേണ്ടതായിരുന്നു. കണ്ണുകളൊന്ന് അടച്ചാട്ടെ. ഒന്ന് പറയാം, ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ ആരും നോക്കണ്ട, കണ്ണുകൾ അടച്ചാട്ടെ. ദൈവമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ദൈവമായിട്ട് സംസാരിക്കേണ്ട സമയമാണ്. ദൈവത്തിന് നന്ദി പറയേണ്ട സമയമാണ്. അങ്ങൻ്റെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, അങ്ങൻ്റെ കൂടെ കാർ സീറ്റിലില്ലായിരുന്നെങ്കിൽ, എൻ്റെ കൂടെ പോരുന്നില്ലായിരുന്നെങ്കിൽ, എൻ്റെ കൂടെ ഫ്ലൈറ്റിലില്ലായിരുന്നെങ്കിൽ, പറഞ്ഞാട്ടെ ആത്മാർത്ഥമായി പറഞ്ഞാട്ടെ, എൻ്റെ കുടുംബജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, ദൈവമായിട്ടൊന്ന് കണക്റ്റ് ആകട്ടെ. ഓ ഹോളി സ്പിരിറ്റുമായിട്ടൊന്ന് കണക്റ്റ് ആകട്ടെ. ആരും വെറുതെ ഇരിക്കരുത്. ഇന്ന് പകൽക്കാലം നീ ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ, നേരത്തെ കേട്ടത്, നീ ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ ശത്രു പരാജയപ്പെടും. ഓ റബാ ഹസ്സകെ റിബാധനമന ഹദനമന അന്തരികമന. പറഞ്ഞാട്ടെ. ലേ റിബാധനമന ഹദനമന ഗദന രാഖിമേനേഖ സിഗരി ബാന്ധനമനഗദന ലോ റിബാന്ധനമനഗദനമനഗദനമനഗദന. ഓ മനുഷ്യൻ നമ്മോട് എതിർത്തപ്പോൾ
അവരുടെ കോപം നമ്മുടെ മേൽ ജ്വലിച്ചപ്പോൾ ഓ റബാ ഹസ്സഖരബനാന്തര. നന്ദി പറഞ്ഞാട്ടെ. ഓർത്ത് നന്ദി പറഞ്ഞാട്ട് നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ കാണും. നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങൾ കടന്നുപോയ അനുഭവങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണും. നിങ്ങൾ അനുഭവിക്കുക. ഓ റബ ഹസക റബാന്ധന. നന്ദി പറഞ്ഞാട്ട് കരയാൻ നിങ്ങൾക്ക് സന്തോഷിക്കുക. ഓ റബ ഏത് രീതി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഓ രഖബ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുക. ഹോളി സ്പിരിറ്റുമായിട്ടൊന്ന് റെസ്പോണ്ട് ചെയ്താട്ടെ. Oh, if you are not on our side, God, അങ്ങ് ഞങ്ങളോട് കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്തായാലും. മനാന്തരബന ലേരിബാന്ധനമന ഘദനമന. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മളെ വെറുതെ നടത്തിയതല്ല. ഈ പ്രൊട്ടക്റ്റഡ് us, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തു, നമ്മളെ ഹീൽ ചെയ്തു. അനേകർ ഹല്ലേലൂയ തീർന്നു പോയപ്പോൾ, അനേകർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ ജീവനോടെ എവിടെ ഇരിക്കുന്നത്, ആയുസ്സോടെ ഇരിക്കുന്നത്, ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. He was healing us. നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തിയില്ലേ? നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയില്ലേ? നിങ്ങളെ ഉറപ്പിച്ചില്ലേ? He sustained us. സസ്റ്റെയിൻ ചെയ്തില്ലേ? ഓ റബാഖ സിഗേരി ബാന്ധന മനഗത ലേരി ബാന്ധന മന ഹദന മനഗദന രഥ നദി യേശുവേ. ഓ റബാധരി ഗതനമ ശംധുനി മനാന്തര മനഗദന. ആത്മാർത്ഥമായി പറഞ്ഞാട്ടെ, നമ്മുടെ കഴിവല്ല, അവൻ്റെ കൃപയാ, അവൻ്റെ ദയ. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങി പറഞ്ഞ ഗ്രേറ്റസ്റ്റ് ഗ്രേസും അൺസ്റ്റോപ്പബിൾ ഫേവറാ നമ്മളെ ഈ വർഷം നടത്തിയത്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഇന്ന് പകൽക്കാലം ആ ഗോഡ്സ് ഫേവർ അനുഭവിച്ചവർ, ആ ഗ്രേറ്റസ്റ്റ് ഹല്ലേലൂയ ഗ്രേസ് അനുഭവിച്ചവർ അല്പനിമിഷം കരങ്ങളെ തട്ടി ആ നല്ല ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ലേഖമാന ഹത്തുനി മനാന്ധരവന ഹസ്സകിരിവന. അവൻ്റെ ഫേവേഴ്സ്, അൺസ്റ്റോപ്പബിൾ ഫേവേഴ്സ്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഫേവേഴ്സ് എത്ര പേർ ആഗ്രഹവും അനേകർക്ക് കിട്ടാത്ത അനേക ഫേവേഴ്സ് നമുക്ക് ദൈവം തന്നില്ലേ? ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് യു ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ, താങ്ക്ഫുൾ. ആമേൻ. അതുകൊണ്ടാണ് ഫസ്റ്റ് തെസ്സലോനിക്കർ 5:18 അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നത്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ഈ ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ആമേൻ. ഫസ്റ്റ് തെസ്സലോനിക്കൻസ് ചാപ്റ്റർ 5:18. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 18 വാക്യം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തയേശുവിൽ ദൈവ ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും സ്തോത്രം ചെയ്യണം. എല്ലാത്തിനും സ്തോത്രം ചെയ്യണം. ഇംഗ്ലീഷ് സെഷനിൽ ഞാൻ ഒന്ന് തൊട്ടു. യേശുക്രിസ്തുവിൻ്റെ കരത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരിരിക്കുക. ആമേൻ. 5000 പുരുഷാരമുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ വന്ന് ഭാര്യയുണ്ട്, മക്കളുണ്ട്. സോ ദർ ഇസ് എ മൾട്ടിറ്റ്യൂഡ് ഉണ്ട്. ആമേൻ. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? യേശുക്രിസ്തുവിൻ്റെ കരത്തിലിരിക്കുന്ന അവർക്ക് കൊടുക്കാൻ ഉള്ളതെന്തോ അല്ല, ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെന്ത് പറയും? അത് ആർക്കും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യാം? മാറ്റിവെക്കാം. എല്ലാവരെയും പ്രാർത്ഥിച്ച് ദൈവം നിങ്ങളെ വഴി നടത്തുന്ന പറഞ്ഞു വിടാം. ആമേൻ. മനുഷ്യ ചിന്തയിൽ അല്ലേ? ഒരാൾക്കെങ്കിലും ഭക്ഷിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എത്രയൊക്കെ മനസ്സിലാക്കുന്നുണ്ട്? അപ്പം യേശുക്രിസ്തുവിന് കൊടുത്തപ്പോൾ ശിഷ്യന്മാർ വിചാരിച്ച് കാണാം, യേശുക്രിസ്തു എങ്കിലും ഭക്ഷിക്കട്ടെ, ഒരാൾക്കെങ്കിലും കഴിക്കാൻ ഉണ്ടാകട്ടെ. പക്ഷേ യേശുക്രിസ്തു ആഗ്രഹിച്ചത് വരുന്നവർ ആരും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, വന്നവർ വിശന്ന് പോകാൻ പാടില്ല, അവർ യാത്ര ചെയ്യാനുള്ളവരാണ്. ആമേൻ.
ഹല്ലേലൂയ. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾക്ക് അവർക്ക് പോയിട്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അവർക്ക് യാത്ര ചെയ്യാനുണ്ട്, അവർക്കൊരു യാത്രയുണ്ട്, അവർക്ക് പോയി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവർ 3 ദിവസമായി ഇവിടെ ഇരിക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞ് ഇനിപ്പോയി വീട്ടിൽ പോയി ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ കുറേ സമയമെടുക്കും. അവർ ഇങ്ങനെ പോയാൽ വഴിയിൽ തളർന്നു പോകും. വ്യക്തമായി അറിയുന്ന യേശു അല്പത്തെ നോക്കിയിട്ട് അല്പമെന്ന് മാറ്റി നിർത്തിയില്ല, അല്പത്തെ എടുത്ത് വാഴ്ത്തി ദൈവത്തെ. ഓ ശാഖറബാന്ധനാറങ്ങന. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? നിന്റെ അല്പത്തെ വാഴ്ത്താൻ തയ്യാറാണോ? ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാണോ? ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാണോ? നിന്റെ സമയത്തെ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാണോ? നിന്റെ ആയുസ്സിനെ നീട്ടുന്ന ഒരു ദൈവമുണ്ട്. ഓ റബഹസക രമാൻ ധനമന ഹദനമന ഗദന. നിന്റെ ആരോഗ്യത്തിന് ദൈവത്തിന് കൊടുക്കാൻ തയ്യാറുണ്ടോ? നിന്റെ ആരോഗ്യത്തിന് റീകമന ഹദന ഹദന റീസ്റ്റോർ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കാൻ കഴിയുന്നവർ അല്പനിമിഷം ഓ റബഹസക എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം, ദൈവ ഇഷ്ടം. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു ദൈവ ഇഷ്ടം ചെയ്ത് മനുഷ്യനായിട്ട് ഇവിടെ വസിച്ചപ്പോൾ ദൈവ ഇഷ്ടം ചെയ്ത ഒരു വ്യക്തിയാണ് യേശു. മാനുഷികമായി പറഞ്ഞാൽ എന്താ ദൈവ ഇഷ്ടം? നമ്മളെ കാണിച്ചു തന്നു. എല്ലാറ്റിനും ദൈവത്തിന് നന്ദി. ഓ സാക്ക നിന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമാണ്, മൾട്ടിപ്ലിക്കേഷൻ ദൈവമാ. ഹല്ലേലൂയ. ഏതേൻ തോട്ടത്തിൽ ആദ്യം ദൈവ ശബ്ദം കേട്ടത് മൾട്ടിപ്ലൈ, യു വിൽ മൾട്ടിപ്ലൈ. ലാഖമ നിന്റെ ഉള്ളിൽ കരത്തിലിരിക്കുന്നതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം നിന്റെ പോക്കറ്റിലുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ദൈവമാ. നിന്റെ കരത്തിലുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമാ. ഇന്ന് പകൽക്കാലം നിന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇന്ന് പകൽക്കാലം ദൂത് മനസ്സിലാകുന്നവർ ഇന്ന് പകൽ കയറി പിടിച്ചാട്ട് സ്തുതിക്കാൻ തയ്യാറാണോ? ദൈവത്തിന് നന്ദി കൊടുക്കാൻ തയ്യാറാണോ? നിന്നെ മാനിക്കുന്ന ദൈവമാ, നിന്നെ ഉയർത്തുന്ന ദൈവമാ. എന്റെ ദൈവത്തിന്റെ ദയ നിന്നു പോകുന്നതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് എന്നും നിലനിൽക്കുന്നതാ. അവനെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനാ. അവൻ യേശു നല്ലവനാ. യേശു നല്ലവനാ. അവൻ നല്ലവനാ. ഇന്ന് വാൽക്കൽ ദൈവം നല്ലവനാ. അവൻ നിനക്കൊരു ദോഷം നിരൂപിക്കത്തില്ല. ദോഷം നിരൂപിക്കുന്ന ദൈവമല്ല, നിനക്ക് നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ദൈവമാ. നീ നല്ലവണ്ണം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാ. നീ തളർന്നു പോകാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല, നീ നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. His grace, His mercy endures forever. അവന്റെ ദയ എന്നേക്കും ഉള്ളത്, നിന്നു പോകുന്നതല്ല, ഒരു സീസണിന് മാത്രമുള്ളതല്ല. എത്ര പേർ വിശ്വസിക്കുന്നു? ഒരു സീസണിന് മാത്രമുള്ളതല്ല. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചാട്ടെ. ഇന്ന് പാൽക്കൽ ഒരു സീസൺ അല്ല, ഒരു സീസണിൽ തീർന്നു പോകുന്നതല്ല. ഹല്ലേലൂയ. His have forever. എൻ്റെ ദൈവ സ്തുതികൾ വസിക്കുന്നവന്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്തുതി എവിടെയുണ്ട് ദൈവം അവിടെ ഇറങ്ങിയിരിക്കും. സ്തുതി എവിടെയുണ്ട് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാണ്. ഏത് കണ്ടീഷനിൽ അവിടെ ഇറങ്ങും ദൈവം. അമ്മേൻ. സ്തുതികൾ മേൽ വസിക്കുന്ന ദൈവം എൻ്റെ ദൈവം. അമ്മേ, ഇത് മനസ്സിലാക്കിയാലുണ്ടല്ലോ, നിങ്ങളുടെ ഭവനം ദൈവം വസിക്കുന്ന സ്ഥലമായി മാറും. നിങ്ങളുടെ വാഹനം ദൈവം വസിക്കുന്ന വാഹനമായി മാറും. നിങ്ങളുടെ ജോലി സ്ഥലം ദൈവം വസിക്കുന്ന സ്ഥലമായി മാറും. നിങ്ങളുടെ കോളേജ്, സ്കൂൾ, യൂണിവേഴ്സിറ്റി എവിടെ പോകുന്നു, സ്കൂളിൽ പോകുന്നു, എവിടെ പോകുന്നു, അത് ദൈവം വസിക്കുന്ന സ്ഥലമായി മാറുക. കാരണം സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവം എൻ്റെ ദൈവം. ആമേൻ. അതുകൊണ്ട് ആ സങ്കീർത്തനം 22:3 ഇങ്ങനെ പറയുന്നു, ഇസ്രായേലിൻ്റെ സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനല്ലോ. ആമേൻ. അങ്ങനെയല്ലേ? എവിടെയാ വസിക്കുന്നത്? ഇസ്രായേലിൻ ദൈവമക്കൾ. ഇസ്രായേൽ ആരാ? ദൈവമക്കളാ. ദൈവമക്കളുടെ സ്തുതികളുടെ മേൽ വസിക്കുന്നവൻ എൻ്റെ ദൈവം. ദാറ്റ് മീൻസ് നമ്മുടെ ഭവനം ദൈവത്തിന് സ്തുതി മഹത്വം വെളിപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവം ഇറങ്ങുമെന്ന്. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ നാട്ടിലെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ മിനിസ്ട്രിക്കെല്ലാം ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ വേണ്ടത്തൊരു ചേർച്ചിൽ ഒരു മീറ്റിങ്ങിന് മെസ്സേജ് ആരാധനയ്ക്ക് പോയതാണ്. അപ്പോൾ ദേവദാസൻ പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. ആരാധന കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് അവിടെ ഭയങ്കര ഫ്രൈ നടക്കുമെന്ന്. ചിക്കൻ ഫ്രൈ എല്ലാം റെഡിയാക്കി വരുന്നതിന് മുമ്പ് ഭയങ്കര ഫ്രൈയാണ്. മനസ്സിലായില്ലേ? ഈ ദൈവം തന്ന ആ വചനത്തെ
ദൈവം തന്ന ദൂതിനെ അയവിറക്കുന്നതിന് പകരം, മനസ്സിലാവുന്നുണ്ടോ? അവൻ പ്രാപിച്ചു കൊണ്ടുപോയ നന്മ മന്ന ഭക്ഷിക്കുന്നതിന് പകരം, പറക്കിയെടുത്ത മന്ന ഭക്ഷിക്കുന്നതിന് പകരം മാറ്റി വെച്ചിട്ട് അവൻ ചിലരത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യുന്നു. പാസ്റ്ററിൻ്റെ വചനം കുറ്റം പറയുന്നു. അത് കേട്ട് വളരുന്ന മക്കൾ, മനസ്സിലായില്ലേ? അടുത്ത ഞായറാഴ്ച പനിയായിട്ട് വരുമ്പം, പനി രോഗമായിട്ട് വരുമ്പോൾ പാസ്റ്ററിൻ്റെ മുമ്പ് കൊണ്ട് ഈ പിള്ളേരെ കൊണ്ട് എന്ന് പറഞ്ഞാൽ കൂടെ ഇരുത്ത് കുറ്റം പറഞ്ഞിരിക്കുന്ന പാസ്റ്ററിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ പറയാം. മനസ്സിലായില്ലേ? കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു? കുറ്റം പറച്ചിലും. അടുത്ത ആഴ്ച വരുമ്പോൾ എന്ത് ചെയ്യും? അപ്പം മക്കൾ ഈ അപ്പൻ്റെ അമ്മയും ഡ്യുവൽ പേഴ്സണാലിറ്റി കണ്ടാൽ വളരുന്നേ. എന്താ പേഴ്സണാലിറ്റി? പാസ്റ്ററിന് മുമ്പ് ഒരു സ്വഭാവം, വീട്ടിൽ പിന്നെ മക്കൾ നേരെ ആവണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? നടക്കൂ? അവർ അപ്പൻ്റെ മുമ്പേ അമ്മയുടെ മുമ്പേ ഡ്യുവൽ പേഴ്സണാലിറ്റി ആവും. ഓട്ടോമാറ്റിക്കാ. സിമ്പിളാ. ഇറ്റ്സ് എ സിമ്പിൾ ലോജിക്കാ. ദൈവഭയം പോവും, അഭിനയമായി മാറും. ആരാധന അഭിനയമായി മാറും. കയ്യടി അഭിനയമായി മാറും. അന്യഭാഷ അഭിനയമായി മാറും. ഡീഗ്രഡേഷനിലേക്ക് പോവും. 100% ആമേൻ. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന് നന്ദി പറയുന്നവരായി മാറണം. പുറക്കിയെടുക്കുന്ന മന്ന ഉണ്ടല്ലോ, കൊണ്ടുവച്ച് നിങ്ങൾ ഭക്ഷിക്കണം. റിബാന്ധന മനഗതന നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറും. വിശ്വസിക്കാൻ കഴിയും. അത്ഭുതവിഷ എൻ്റെ കുടുംബം അങ്ങനെയായി മാറട്ടെ, എൻ്റെ തലമുറ അങ്ങനെയായി മാറട്ടെ. ഡ്യുവൽ പേഴ്സണാലിറ്റി ആയിട്ടല്ല കർത്താവ്, ദൈവത്തെ ആത്മാർത്ഥമായി ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവവുമായിട്ട് ബന്ധമുള്ള, ദൈവവുമായിട്ട് ആത്മാർത്ഥമായ കണക്ഷനുള്ള തലമുറകളായി മാറട്ടെ. എത്ര പേർ അങ്ങനെ ആഗ്രഹിക്കുന്നു? അങ്ങനെ ആഗ്രഹിക്കുന്ന അല്പനിമിഷം തലമുറ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. അവരുടെ മനസ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. അവരുടെ ചിന്തകളെ നിനക്ക് അളക്കാൻ പറ്റത്തില്ല. അളക്കാൻ കഴിയുന്നവർ, കാണാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം വിട്ടുകൊടുത്താട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇന്ന് സ്വർഗം കേൾക്കുക. പ്രാർത്ഥിച്ചാട്ടെ. ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ആയിട്ടല്ല എൻ്റെ തലമുറ വളരേണ്ടത്. ദൈവവുമായിട്ട് ഒരു ആത്മബന്ധത്തിലേക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, ഞാൻ ദൈവവുമായിട്ടുള്ള കണക്ഷനേക്കാൾ, ഞാൻ കൊടുക്കുന്നതിനേക്കാൾ, ഞാൻ ദൈവവുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്തേക്കാൾ എൻ്റെ തലമുറ അടുത്തൊരു ലെവലിലേക്ക്, ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് ഇരട്ടി അഭിഷേകത്തോടെ പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അല്പനിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ലിബറബര ഹദനമന ഹത്സെകെ റിബാന്ധനമന ഹത്തിനി മനാന്തരമന ഹദനമന ഗദന റേകമ ഹസെകെ റിബാന്ധനമന ഹത്സെകെ റിബാന്ധനമന ഹദനമന ഗദന ലേകെ മേസെകെ റിബാന്ധനമന ഹസെകെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തുതികളിൽ മേൽ വസിക്കുന്നവൻ, നിന്റെ ഭവനം അങ്ങനെയായി മാറണം. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ഭവനം അങ്ങനെയായി മാറണം. കുറ്റം പറയുന്നവരിടത്തല്ല നമ്മുടെ ഭവനം. കുറ്റം പറയുന്നിടത്ത് ആര് വരുമെന്ന് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. കുറ്റം പറയുന്ന അവിടെ ആര് വരുമെന്ന് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. കുറ്റം പറച്ചിലിൻ്റെ ആ രാജാവ് ആരും നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. ആരാണ്? പിശാചാ. ആമേൻ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ അങ്ങനെ വല്ല ചിന്തകൾ വരികയാണെങ്കിൽ അപ്പം തന്നെ ക്യാൻസൽ. യേശുവിൻ്റെ നാമത്തിൽ എന്നെ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിച്ചോണം. കാരണം സ്തുതികൾ മേൽ വസിക്കുന്നവൻ എൻ്റെ ദൈവം. എന്നെ പല പാസ്റ്റർമാർ വിളിക്കും. ചിലപ്പോൾ പാസ്റ്റർമാർ വിളിച്ച് ഒരു പാസ്റ്റർമാർ കുറ്റം പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ അവിടെ അപ്പം കട്ട് ചെയ്യും. ഹല്ലേലൂയ, നോ പാസ്റ്റർ, ഹല്ലേലൂയ, ഞാൻ കട്ട് ചെയ്യും. പിന്നെ ചില വീണ്ടും പറയുകയാണെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യും. കാരണം എനിക്കത് ആഗ്രഹമില്ല. കാരണം സ്തുതികൾ മേൽ വസിക്കുന്നവൻ എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ ഉള്ള ലെവലിലേക്ക് നിങ്ങൾ കയറി വരണം. അങ്ങനെ വരുമ്പോഴുണ്ടല്ലോ നിങ്ങളുടെ ജീവിതം അത്ഭുതമായി മാറും. ദൈവം വസിക്കുന്ന ഭവനമായി മാറും. ദൈവം വസിക്കുന്ന കൂടെ ഉള്ളവരായി മാറും. കംപ്ലൈനിങ്, കുറ്റം പറച്ചിൽ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവിക പ്രസൻസിനെ തുരത്തിക്കളയും. ആമേൻ. Complaining will invite devil because he is ready to complain. നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞോ? ഈ പഴം കഴിക്കരുതെന്ന് പറഞ്ഞോ? ഈ വൃക്ഷത്തിൻ്റെ, മനസ്സിലായില്ലേ? ഹല്ലേലൂയ. അതൊരു കംപ്ലൈൻറ്റാ. എല്ലാം തന്നില്ല കേട്ടോ.
എല്ലാം കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് കഴിക്കണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പം പറയായിരുന്നു, എനിക്കെല്ലാം തന്നിട്ടുണ്ടല്ലോ, ഇതൊന്നല്ലേ വേണ്ടത്, അത് വേണ്ടാന്ന് ഞാൻ വെച്ചു. എനിക്കത് വേണ്ട, ദൈവം തരുമ്പോൾ മതി. എന്നാൽ ദൈവം കൊടുക്കത്തില്ലേ? അതെ, ഉറപ്പായിട്ട് ദൈവം കൊടുക്കുന്നേ. ആമേൻ, ഹല്ലേലൂയ. വൃക്ഷത്തിൻ്റെ ഫലം നിന്നെ തരുമെന്ന വചനം പറയുന്നത്. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന്, ആമേൻ, ഈ ദൈവം നമ്മുടെ, നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ചിലതിനെ മറച്ച്, ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന ചിലത് തരാത്തത് ചിലത് തരാൻ വേണ്ടിയാ. ആമേൻ. ഒരു വൃക്ഷത്തിൻ്റെ ഫലം കടിക്കല്ലേ എന്ന് പറഞ്ഞ എന്തിനാണെന്നറിയാമോ? തൊട്ടപ്പുറത്ത് വേറൊരു ഫലമുണ്ട്. അത് കഴിക്കാനും പറഞ്ഞില്ല, കഴിക്കല്ലേ എന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഇവർക്ക് അറിയത്തില്ല. മനസ്സിലായോ? നിങ്ങൾ അറിയാത്ത ചിലത് മറഞ്ഞിരിപ്പുണ്ട്. കിട്ടാത്തതിനെ ഓർത്ത് പിറുപിറുക്കരുത്. കാരണം അതിനെക്കാട്ട് ഗ്രേറ്റ് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ റെവലേഷൻ മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ലേഖമാനാന്തരബന, ചില ഗ്രേറ്റ്നെസ്സിലേക്ക് ദൈവം കൊണ്ടുവരുക. ലാഖേമ സെഗ റിബാന്ധനമന ഹതനമന ഹതന, റിബാന്ധനാഥനാഥരീഖമന ഹതനമന ഹതന സെഗ. ഇത് വേണ്ട എന്ന് പറഞ്ഞത് വേണ്ട നമുക്ക്. ഇതാ ദൂതാ ജസ്റ്റ് ഗെറ്റിംഗ് ഗ്രേറ്റർ വൺ. ദൈവം നിനക്ക് വേണ്ടി ബെസ്റ്റ് ഒരുക്കുക, ഏറ്റവും ബെസ്റ്റ് ഒരുക്കുക. വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഇന്ന് പൽക്കാലം ആ ദൂതിലേക്ക് കയറുക. ഹല്ലേലൂയ. വചനത്തിന്റെ വെളിപ്പാടിലേക്ക് കയറുക. ഹല്ലേലൂയ. ദൈവം നിന്നെ അടുത്തൊരു ലെവലിലേക്ക്, ഇതിനേക്കാളും ബെറ്റർ, ജീവവൃക്ഷത്തിന്റെ ഫലം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കിട്ടാത്തതിനെ, നമുക്കില്ലാത്തതിന്, വേണ്ടാത്തതിൻ്റെ പിറകെ ഓടരുത്. നമുക്കിഷ്ടം, നമുക്കത് കാണാൻ ഭംഗിയായിരിക്കുക. ചിലത് കാണാൻ ഭംഗിയായിരിക്കും, നിങ്ങളുടെ പിറകെ വരിക, പക്ഷെ അതിൻ്റെ പിറകെ ഓടരുത്. ഇന്ന് പകൽക്കാലം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ദൈവ ഇഷ്ടത്തിന് നിൽക്കുന്നവന് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവീയ പദ്ധതിയിൽ നിൽക്കുന്നവന് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നിന്നെ കയറ്റിവിടും. വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചാട്ട് ദൂതിലേക്ക് കയറി വാ. റിഗനമന ഹദനമന ഹദനമന ഗദന ലേരിബാന്ധനാധരഗദനമന രേഖമന സേഗരിബാന്ധനമന ഹദനമന ഗദന. ഈ വെളിപ്പാടിലേക്ക് കയറി വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ ചില വിടുതലുകൾ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുക. ഈ വചനത്തിൻ്റെ മർമ്മത്തിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുക. അതിൻ്റെ അത്ഭുതം വെളിപ്പെടാൻ പോവുക. ചില മറഞ്ഞിരിക്കുന്ന നന്മകൾ, മറഞ്ഞിരിക്കുന്നത് ഇന്നും വെളിപ്പെടാത്ത ചില വിടുതലുകളിലേക്ക് ഹല്ലേലൂയ ദൈവം നിന്നെ കയറ്റിവിടാൻ പോവുക. ദൈവം നിന്നെ വെളിവി കാണിക്കാൻ പോവുക. നിന്നെ കരം പിടിച്ച് നടത്താൻ പോവുക. നിന്റെ കരത്തിൽ ദൈവം തരാൻ പോവുക. ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം. ജയിക്കുന്നവന് പരാജയപ്പെടുന്നവനല്ല. ഇന്ന് പകൽക്കാലം പരാജയപ്പെടാനല്ല, പിശാചിനെ പരാജയപ്പെടുത്താൻ നോക്കോ. ഇന്ന് പകൽക്കാലം യഹോവ നിസിയായി നിന്റെ കൂടെ ഉള്ളവൻ നിന്നെ ജയത്തിലേക്ക് നയിക്കാൻ പോകുക. ജയാളിയായി നീ പുറത്തു വരാൻ പോകുക. വിശ്വസിക്കാൻ കഴിയുന്നവർ ഇന്ന് പകൽക്കാലം ദൂതിലേക്ക് കയറി വാ. ദുരബര ഹദനമന ഗദന റിബാന്ധനമന ഹദനമന ഗദന രീഖമാ ശാന്തന രഗനമന ഹദനമന ഗദന റിബാഖമാ ഹത്നി മനാദര സിരബര ഹത്നി മനാഗദന. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ കംപ്ലൈനിങ് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈവിക വെളിപ്പാടും ദൈവിക ദർശനവും നമ്മൾ നഷ്ടപ്പെടും. കംപ്ലൈനിങ് വിൽ ഡിസ്ട്രോയ് അവർ തിങ്കിങ്, അവർ തോട്ട്സ്. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾ കംപ്ലൈൻ ചെയ്ത് തുടങ്ങിയ കംപ്ലൈൻ്റെ ലിസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. രണ്ട് രീതി. നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങളെക്കുറിച്ച് ഇന്ന് ചിന്തിച്ചു നോക്കിയേ. പിശാച് ഏറ്റവും പെട്ടെന്ന് നഷ്ടങ്ങളുടെ ലിസ്റ്റിങ് കൊണ്ടുവരും. ഫാമിലി ലൈഫ്,
ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചെറിയൊരു സങ്കടം വന്നോട്ടെ, നിങ്ങൾക്ക് ബുക്ക് എഴുതാൻ പറ്റും. 25 വർഷം മാരേജ് ആണെങ്കിൽ 25 വർഷത്തിന് മുമ്പുള്ള കാര്യം വരെ, ആദ്യ ദിവസം നടന്ന പ്രശ്നം വരെ ബുക്കിൽ എഴുതാൻ ഓർമ്മ വരും. ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടെന്നറിയാമോ? ബട്ട് ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ, നല്ലത് ആഗ്രഹിക്കണമെങ്കിൽ, അതിനെപ്പറ്റി ഓർമ്മ വരണമെങ്കിൽ ഹോളി സ്പിരിറ്റ് കൂടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഹോളി സ്പിരിറ്റിൻ്റെ നിറവാണ് ദൈവം ചെയ്ത നന്മകളെ വെളിപ്പെടുത്തുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്, ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കാൻ പറ്റുന്നത്. ഹോളി സ്പിരിറ്റ് ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ നെഗറ്റീവ് വരുമ്പോൾ നെഗറ്റീവുടെ ലിസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വരും. നിങ്ങൾ അറിയാത്ത, നിങ്ങളെ മറന്നുപോയ കാര്യങ്ങൾ വരെ ഓർമ്മപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങൾ തകർന്നെന്നറിയാമോ? ഈ ഹോളി സ്പിരിറ്റിൻ്റെ നിറവില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും കോടതി വാരമ്പുകളിൽ നിൽക്കുന്ന എന്തിനാണെന്നറിയാമോ? ഈ ഹോളി സ്പിരിറ്റിൻ്റെ നിറവില്ലാത്തത് കൊണ്ടാണ്. കാരണം അവൻ അറിയാം, അവൻ്റെ കൺട്രോളാവും. ഹോളി സ്പിരിറ്റ് ഇല്ലെങ്കിൽ ഇരുട്ടിൻ്റെ മണ്ഡലത്തിലാണ് നീ, ഇരുട്ടിൻ്റെ അധീനതയിലാണ് നീ. വെളിപ്പാടിലേക്ക് കയറി വരണം. ആമേൻ. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? കുടുംബത്തിൽ കയറാൻ പോകുന്നവരുണ്ട്, കയറിയവരുണ്ട്, വർഷങ്ങളായിട്ട് ഇരിക്കുന്നവരുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങളാ. ഹോളി സ്പിരിറ്റ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴുണ്ടല്ലോ, ആ ഹോളി സ്പിരിറ്റിന് നിറവ് വന്നുണ്ടല്ലോ, ഒരാൾക്കെങ്കിലും ഉണ്ടായാലുണ്ടല്ലോ, ആ കുടുംബം നിലനിൽക്കും. ശത്രുവിന് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തില്ല. ഹി വിൽ സമിസ് യു, താഴും. ആമേൻ, ഹല്ലേലൂയ. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഈ വെളിപ്പാടിലേക്ക് കയറി വരണം കേട്ടോ. കാരണം നിങ്ങളുടെ ലിസ്റ്റിൽ ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോൾ അതിനെ വലുതാക്കി അടുത്തടുത്ത് അതിനെ കണക്ട് ചെയ്ത് അടുത്തടുത്ത ഇന്ന വർഷം ഇന്ന ദിവസം ഇത് ചെയ്തില്ലേ, ഇന്ന വർഷം അത് ചെയ്തില്ല, ഇതെന്നല്ല ഇങ്ങനെ ലിസ്റ്റ് കൊണ്ട് വരുന്നുണ്ടെന്നെങ്കിൽ, നിങ്ങളുടെ ചിന്തകളിൽ വരുന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് you are under control, influence of darkness 100%. You have to overcome. ഇന്ന് പകൽക്കാലം പറയണം, എന്നെ നിറയ്ക്കണം. Fill me with Holy Spirit, God. Let me be under control of Holy Spirit. My thoughts, എൻ്റെ നിലവുകൾ ഹോളി സ്പിരിറ്റിൻ്റെ കൺട്രോളിലാകട്ടെ. ഹല്ലേലൂയ. എൻ്റെ ചിന്തകൾ ഹോളി സ്പിരിറ്റിൻ്റെ കൺട്രോളിലാകട്ടെ. എൻ്റെ പ്രവൃത്തി ഹോളി സ്പിരിറ്റിൻ്റെ കൺട്രോളിലാകട്ടെ. എൻ്റെ നടത്ത ഹോളി സ്പിരിറ്റിൻ്റെ കൺട്രോളിലാകട്ടെ. എൻ്റെ ഹല്ലേലൂയ, ഞാൻ എന്ത് ചെയ്യുന്നതെല്ലാം ഹോളി സ്പിരിറ്റ് ടേക്ക് ഓവർ ചെയ്യട്ടെ. ഹല്ലേലൂയ. മറാഖേമേസേഗിരി ബാന്ധന. അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ വരുമ്പോൾ സങ്കീർത്തനകാരൻ പറയുന്നത്, അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവനെ സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. സങ്കീർത്തനം 100:4. ഹല്ലേലൂയ. എങ്ങനെ വരണം? സ്തോത്രത്തോടും. ഇവിടെ വരുന്നൊരു കംപ്ലൈൻറ്റ് ചെയ്യാൻ വരരുത്. നീ കംപ്ലൈൻറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിൻ്റെ കൂടെ വരുന്ന വേറെ ആളാ. മനസ്സിലായില്ലേ? അമ്മേ, നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ, നമ്മുടെ കയ്യിൽ ഒരു 10 കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വേറൊരാൾക്ക് അതേ വിഷയത്തിൻ്റെ അകത്ത് വിടുതലയിക്കാൻ നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. അമ്മേൻ, എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? അമ്മേൻ, സന്തോഷിക്കാൻ പറ്റത്തില്ലെന്നേ. നമ്മൾ കംപ്ലൈൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ പിശാച് പറയും, കണ്ടില്ലേ, നീ പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടി, അവക്കത് കിട്ടിയില്ലേ. മനസ്സിലായോ? സോ അവ എരിതിയിലെ എണ്ണ കുറച്ചുകൂടെ ഒഴിക്കും. പിന്നെ ഞാൻ എത്ര വർഷമായിട്ട് പ്രാർത്ഥിക്കുന്നു, ഞാൻ എത്ര വർഷമായിട്ട് നിൽക്കുന്നു, എൻ്റെ ജീവിതത്തിൽ എന്താ ഒരു വിടുതലില്ലാത്തത്, എൻ്റെ ജീവിതത്തിൽ എന്താ, മനസ്സിലാകുന്നില്ല. സോ ആഡിങ് മോർ.
യു ആർ ഡ്രൈവിങ് അവേ ദ ഗോഡ്സ് പ്രസൻസ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ലെറ്റ്സ് ഇൻവൈറ്റ് ഹോളി സ്പിരിറ്റ് റൈറ്റ് നൗ. ദൈവമേ, ഇതൊന്നൊരു ഓവർകം ചെയ്യണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആ നിറവ് ഉണ്ടേ പറ്റത്തുള്ളൂ. ഊറാബ ഹസക്ക റബാന്ധന മനഹസക്കി റിബാന്ധന. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തേ പറ്റത്തുള്ളൂ. ലേഖേമേനാന്ധര ബനാൻസഖ റമാഖസകര്. നിങ്ങളുടെ വിടുതൽ അവിടെ കിടക്കുക, നിൻ്റെ സൗഖ്യം അവിടെ കിടക്കുക, നിൻ്റെ സൂപ്പർ നാച്ചുറൽ ആ ഡോർ ഓപ്പൺ ആവുന്ന അവിടെ കിടക്കുന്നത്, നിൻ്റെ കുടുംബത്തിൻ്റെ തലമുറയുടെ ഭാവിയുടെ വഴി അവിടെ കിടക്കുന്നത്. ഹല്ലേലൂയ. നിൻ്റെ ജോലി വിഷയം അവിടെ കിടക്കുന്നത്, നിങ്ങളുടെ PR അവിടെ കിടക്കുന്നത്. ഹല്ലേലൂയ. ചിലത് അവിടെ കിടക്കുന്നത്. ഇന്ന് പകൽക്കാലം മനസ്സിലാകും, നിൻ്റെ ആയുസിൻ്റെ ആ റഖ മഹാദ രോഗക്കെട്ടിൻ്റെ ആ വിടുതൽ അവിടെ കിടക്കുന്നത്. ലേരിബാന്ധന മനഹതന. ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ. ആവർത്തനം 8:2 ഇങ്ങനെ, റിമെമ്പർ ഹൗ ഗോഡ് ലെഡ് യു. ആമേൻ. അതിൻ്റെ ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്. ആമേൻ. മരുഭൂമിയിൽ നടത്തിയ 40 വർഷം മരുഭൂമിയിൽ നടത്തിയ വിധം ഓർക്കണം. ആവർത്തനം 8:2 ആ നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിയുവാനുമായി നിന്നെ 40 വർഷം ഹൃദയത്തിലിരിക്കുന്നത്, ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായി സംസാരിക്കുന്നു. ആമേൻ. അപ്പം ഹൃദയത്തിലിരിക്കുന്നത് അറിയുവാൻ 40 വർഷം നടത്തിയതാ. അല്ല, ദൈവത്തിന് റൂട്ട് മാറിപ്പോയതല്ല. ആമേൻ. നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയാനാണ് ചില മരുഭൂമി അനുഭവങ്ങളുണ്ടായത്, ചെങ്കടലുണ്ടായത്, യോർദാൻ ഉണ്ടായത്, യെരിഹോ ഉണ്ടായത്. അതവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഹൃദയത്തിലിരിക്കുന്നത് അറിയാൻ. അവിടെ എല്ലാം പറയുന്നത് നടത്തിയ വിധം ഓർക്കേണം. ഈ പരീക്ഷണങ്ങളിൽ കൂടെ ദൈവം ഉണ്ടായിരുന്നോ? യെരിഹോ മതിലിൻ്റെ മുമ്പ് വന്നപ്പോൾ ദൈവം അവരെ കൂടെ ഉണ്ടായിരുന്നോ? യോർദാൻ്റെ അടുത്ത് ദൈവം ഉണ്ടായിരുന്നോ? ദൈവമുണ്ട്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. തിരിച്ചറിയണം. വചനം ഇങ്ങനെ പറയുന്നു, കഷ്ടകാലത്ത് എവിടെ ഉണ്ട്? അടുത്ത തുണ. ആരാ? ഭർത്താവാണോ? ഭാര്യയാണോ? കുഞ്ഞാണോ? നോ. കഷ്ടകാലത്ത് ആരാ തുണ? ദൈവം. തക്കട തുണ ഒരുക്കി തന്ന ദൈവം പറയും, ഞാനാ നിനക്ക് തുണ. അത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം ആ ദൈവം ഒരുക്കിയ തുണയ്ക്ക് നിന്നെ തുണയ്ക്കാൻ പറ്റത്തില്ല. ദൈവം ഒരുക്കിയ തുണയുടെ കൂടെ ദൈവം കൂടെ ചേരുമ്പോഴാ തക്ക തുണ ആകുന്നത്. ഓ, മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാല ദൂത് മനസ്സിലായ എത്ര പേരുണ്ട്? ലാഖമ സഖരബാന്ധന മനാന്ധരി കമന ഹത്തനമന. നിന്നെ ആർക്കും സഹായിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഹാല് ദൈവമാ തക്ക തുണ. കഷ്ടകാലത്ത് വചനം എങ്ങനെ പറയുന്നു? കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിക്കും. കഷ്ടകാലം ഉണ്ടെങ്കിൽ വിടുതലും ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സ്തുതിയിലേക്ക്, മഹത്വത്തിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ വിടുതൽ നിശ്ചയമാണ്. ഹല്ലേലൂയ. സൗഖ്യം നിശ്ചയമാണ്. നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. കഴിഞ്ഞ ദിവസങ്ങൾ യെരിഹോ പോലെ പ്രശ്നങ്ങൾ വന്നപ്പോൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന ദൈവം ഇന്നും കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പിലേക്ക് ഇന്ന് കയറി വരാമെങ്കിൽ നിങ്ങളുടെ ജീവിതം അത്ഭുതമായി മാറും. നിങ്ങളുടെ ജീവിതം വിടുതൽ കാണുന്നതായി മാറും. നിങ്ങൾ അനുഭവിക്കുന്നവരായി മാറും. ലബാന്ധനമനകന്. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനം 103:2 സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഒന്നും മറക്കരുത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഈ വർഷത്തിൻ്റെ അവസാനമല്ലേ?
നമുക്കൊന്ന് പോസ് ചെയ്തിട്ട് ചിന്തിച്ചൂടെ? ആമേൻ. ദൈവം നമ്മളെ എത്ര രോഗങ്ങൾ വരാമായിരുന്നു. ഈ കാനഡയിൽ വരുന്നതിന് മുമ്പ് രോഗത്തിൻ്റെ പരമ്പര ഉണ്ടായിരുന്നു കാണും. ആശുപത്രി കയറി ഇറങ്ങിക്കൊണ്ടിരുന്നത് കാണും. നമ്മുടെ വർഷങ്ങൾ വന്നിട്ട് ആശുപത്രിയിൽ കയറാതെ ദൈവം നടത്തിയില്ലേ? ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിന് അറിയാൻ പോയിരുന്ന കൂടെ ഇരിക്കാൻ ആളില്ല. ചിന്തിച്ചു നോക്കിയേ. ദൈവം കരുതിയില്ലേ? തന്നില്ലേ? പ്രൊവൈഡ് ചെയ്തില്ലേ? നിങ്ങൾ റോഡിലോട്ട് ഇറങ്ങി നോക്കണം. ഇന്നും ഒരു റൂമില്ലാതെ കിടക്കുന്ന, റോഡിൽ കിടക്കുന്ന, ഈ തണുപ്പത്ത് കിടക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ഭവനം തന്നില്ലേ? ഹല്ലേലൂയ. തന്നില്ലേ? പ്രൊട്ടക്റ്റ് ചെയ്തില്ലേ? തീർന്നു പോകണ്ടേ? റോഡിൽ തീർന്നു കഴിഞ്ഞത്. ദേവദാസിൻ്റെ ക്രിസ്ത്യൻ്റെയും നമ്മുടെ ബ്രദറിൻ്റെ എല്ലാം സാക്ഷി കേട്ടില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ചു. ലേഡി പോലീസ് ഓഫീസറല്ലേ, അപ്പോൾ ദൈവത്തിന് ലേഡി ദൂതന്മാരും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ബൈബിളിലുണ്ട്, സക്കരിയാവിൽ വായിച്ചു ഞാൻ. ദൂതന്മാരുണ്ട്. ഞാൻ ബ്രദറിൻ്റെ കൂടെ അത് പറയുമ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ആ ദൂതനാന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചു, ദൈവമേ കറക്റ്റ് അറിയത്തില്ല. നോർമലി ഞാൻ ബൈബിൾ സ്കൂളിൽ അങ്ങനെ കൂടുതൽ പഠിക്കാത്തതുകൊണ്ട് ദൈവം പഠിപ്പിക്കുന്നത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. അപ്പോൾ ദൈവം പറഞ്ഞില്ല മോനെ, ലേഡീസ് ആമേൻ, ആണും പെണ്ണുമുണ്ട് ദൂതന്മാരിലും. ആ വചനത്തിലുണ്ട്. ആ വചനത്തിൽ ഞാൻ പറയാൻ വേണ്ടി എടുത്തു വെച്ചത് ഞാൻ മറന്നുപോയി, പറയാൻ പോയി. ഇറ്റ് വാസ് എ റിയൽ ഏഞ്ചൽ. ഏഞ്ചൽ എല്ലായിരുന്നെങ്കിൽ അന്ന് ടിക്കറ്റ് കിട്ടിയതിനെ ലൈസൻസ് സസ്പെൻഡ് ആയേനെ. കാരണം ഏഞ്ചൽസിന് ടിക്കറ്റ് തരാൻ പറ്റത്തില്ലല്ലോ, ഏത് ടിക്കറ്റ് അടിച്ചു തരും? റാഖാമ ശാന്തന റഗനമന, ഹീസ് പ്രൊട്ടക്റ്റിംഗ് എസ്, ഈസ് ബീയിങ് എസ് ഡെലിവേർഡ്. നമ്മളെ ഡെലിവർ ചെയ്തില്ലേ പാപത്തുനിന്ന്, എന്നെ നശിച്ചു പോകേണ്ട നിത്യജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നില്ലേ? ഇതിനേക്കാളും വലിയത് എന്ത് വേണം നമുക്ക്? ഇവിടുത്തെ വീടിനേക്കാളും, ഇവിടുത്തെ സ്വത്തിനേക്കാളും, ഇവിടുത്തെ നന്മയെക്കാളും ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഒരുക്കിയില്ലേ? ആ നിത്യ സ്നേഹത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നില്ലേ? യഥാർത്ഥ ആരാധനയിലേക്ക് കൊണ്ടുവന്നില്ലേ? അവൻ്റെ ഇഷ്ടത്തിലേക്ക് നമ്മളെ കൈയും പിടിച്ച് നടത്തിയില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറാണ് കേട്ടോ. ദൈവത്തിന് നന്ദി പറയണം, നന്ദി പറയണം, നന്ദി പറയണം. ഹല്ലേലൂയ, നന്ദി പറയണം, നന്ദി പറയണം. ആമേൻ. ലൂക്കോസ് 17-ാം അധ്യായം അതിൻ്റെ 15-16 ഇങ്ങനെ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഒത്തിരി പേരെ സൗഖ്യമാക്കി. അതിൽ ഒരു വ്യക്തി മാത്രം തിരിച്ചു വന്നു. ആമേൻ. 10 പേരെ സൗഖ്യമാകുമ്പോൾ 9 പേരെ മറന്നുപോയി. ഒരു വ്യക്തി തിരിച്ചു വന്നു. എന്തിനാണെന്നറിയാം? നന്ദി പറയാൻ. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നതുകൊണ്ട് വന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവിണ് വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമരിയാക്കാരനായിരുന്നു. അല്ല, ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ട് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് വീണ്ടും എഴുതിയിരിക്കുക? ബാക്കി 9 എണ്ണം ദൈവമക്കളെന്ന് പറയുന്ന ലിസ്റ്റിലുള്ളവരാണ്. ഇവർ മാത്രം പുതിയ ആളാണ്. ഫസ്റ്റ് അനുഭവം. അത്രയൊക്കെ മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ കൂടുതൽ വർഷങ്ങൾ പഴകും തോറും നമ്മുടെ നന്ദിയുടെ എഫക്റ്റ് കുറയുന്ന. അതുകൊണ്ടാണ് എഴുതി വച്ചിരിക്കുന്നത്. അതിൽ ഈ അന്യജാതിക്കാരനല്ലാതെ, അടുത്ത വാക്യം, ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ. എത്ര വേദന കൊണ്ടായിരിക്കും യേശു ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അവർക്ക് മനസ്സിലാകുന്നുണ്ട്?
ചിന്തിച്ച് നോക്കണം. ദൈവത്തിൻ്റെ ആ വേദന നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ അവൻ മടങ്ങി വന്നതുപോലെയല്ല നമ്മൾ വരേണ്ടത്. ദൈവം ആഗ്രഹിച്ചത് ആ 9 പേര് അന്യജാതിക്കാരനേക്കാളും ഫാസ്റ്റ് വരണമായിരുന്നു. അല്ലേ? അവരെക്കാളും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരായി മാറണമെന്ന്. ഒരേ അനുഭവമായിരിക്കും, ഒരേ വിടുതലായിരിക്കും. അല്ലേ? എല്ലാവർക്കും ഒരേ വിടുതലല്ലേ കിട്ടിയ? എല്ലാവർക്കും ഒരേ അനുഭവമാണ് കിട്ടിയ, ഒരേ വിടുതല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് മുൻപന്മാർ പിൻപന്മാരാകാനല്ല, മുൻപന്മാർ മുൻപിൽ തന്നെ നിൽക്കണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹം. ഇറ്റ് ഈസ് ട്രൂ. ആ വചനം ഭയങ്കര നമ്മളെക്കുറിച്ച് ഒന്നുകൂടെ എന്നെ തൊടുക. ഇപ്പം വചനം തലയുള്ള വാള. ഇറ്റ് ഈസ് ടോക്കിംഗ് ടു മീ ടു, എന്നിൽ കൂടെ. കാരണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, ഇവിടെ ഒരു പുതുതായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു വ്യക്തി വരുന്നതിനേക്കാളും തീയായി നിൽക്കണമെന്ന്, അതിൽ കൂടുതൽ ദൈവത്തെ സ്തുതിക്കണമെന്ന്, അതിൽ കൂടുതൽ ദൈവത്തെ ആരാധിക്കണമെന്ന്. നമ്മൾ പിറകോട്ട് പോകാനല്ല ദൈവം ആഗ്രഹിക്കും. ദൈവം കാരണം ഈ അന്യജാതി വന്ന് ദൈവത്തെ സ്തുതിച്ചതിൽ ദൈവത്തിന് സന്തോഷത്തിൻ്റെ കുറവൊന്നുമല്ല. ബട്ട് ഹീസ് വറീഡ്. ആ വേദനയാണ് അവിടെ കാണുന്നത്, ആ സ്റ്റേറ്റ്മെൻറ്റിൽ കാണുന്നത്. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? അല്ലെ, ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ട കാര്യമില്ലേ? വചനത്തിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പരിശുദ്ധാത്മ എഴുതേണ്ട ഒരു കാര്യവുമില്ല. അല്ലേ? 9 പേര് സൗഖ്യം പ്രാപിച്ചു, ഒരാൾ വന്ന് സ്തുതിച്ചു, തീർന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ആവശ്യവുമില്ല. ഉണ്ടോ? അല്ലെ, ചിന്തിച്ചു നോക്കിയേ, ഉണ്ടോ? അവിടെ വിടുതൽ നടന്നു, സൗഖ്യം വന്നു, ഒരാൾ വന്ന് സൗഖ്യം, തീർന്നു. ഗ്ലോറിഫൈ ആയി, ദൈവം സൗഖ്യം കൊടുത്തു, 10 പേർക്ക് സൗഖ്യമായി, ഒരാൾ വന്ന് നന്ദി പറഞ്ഞു, തീർന്നു. ബട്ട് ആ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ബിക്കോസ് ഗാഡ് ഈസ് വറീഡ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മളെ കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം? അത് ദൈവരാജ്യം നമ്മുടെ ഇടയിൽ ഉണ്ടാകണമെങ്കിൽ, ഞാൻ പറയുന്നത് ഗോഡ്സ് പ്രസൻസ്, ദൈവരാജ്യം. ഈ നന്ദി വെളിപ്പെടുമ്പോഴാ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ മാനിഫെസ്റ്റ് ആകുന്നത്, ഈ ഗ്ലോറി മാനിഫെസ്റ്റ് ആകുന്നത്, ദൈവരാജ്യത്തിൻ്റെ ആ അത്ഭുതങ്ങൾ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് ഇതിൻ്റെ ആഴത്തിൽ ഇന്ന് നിങ്ങളോട് ദൈവം സംസാരിക്കും. നിങ്ങളിതിനെ വായിച്ചിട്ട് ദൈവം എന്നോട് ഇടപെടണം പറഞ്ഞ് നിങ്ങളോട് ദൈവം സംസാരിക്കും. ദൈവം എന്നും സംസാരിക്കാൻ കഴിയുള്ള ദൈവമാണ്, ഇന്നും സംസാരിക്കുന്ന ദൈവമാണ്. അടുത്ത 21-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ദൈവരാജ്യം ഇവിടെ ഉണ്ട്. ആമേൻ. നമ്മൾ മരിച്ചിട്ട് സ്വർഗത്തിൽ പോകുമ്പോൾ അല്ല, അല്ലെങ്കിൽ യേശു ക്രിസ്തു 2ാം വരവ്, ഇറ്റ് ഈസ് ഹിയർ. ഞാൻ കഴിഞ്ഞ ദിവസം ബ്രദർ ഒരു വാടക വീട്ടിൽ, നെക്സ്റ്റ് ഇയർ 2006 ജൂണിന് മുമ്പ് നിങ്ങളുടെ സ്വന്തം ഫീനിൽ കയറും കേട്ടോ, വീട്ടിൽ കയറും. പക്ഷേ ഇപ്പോൾ വാടക വീട്ടിലേക്ക് കയറി. വാടക വീട്ടിൽ കീ വാങ്ങാൻ നേരത്തെ വിളിച്ചായിരുന്നു. ഞങ്ങളവിടെ പോയി പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം തന്ന ആ വാക്ക് അവിടെ പ്രൊഫറ്റിക്കായിട്ട് ദൈവം പറഞ്ഞത്, അതിനെ ദൈവത്തിൻ്റെ ഓഫീസാക്കാൻ പോവുകയെന്ന്. ഓഫീസാക്കാൻ പോവുക. അവർ ഭവനം അവിടെ കയറുമ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് അവിടെ ഉണ്ടാവും, ഹോം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും, എല്ലാം അവിടെ ഉണ്ടാവും. പറഞ്ഞു മനസ്സിലായില്ലേ? നമ്മുടെ ഹൗസ് വിൽ ബിക്കം എംബസി. എനിക്ക് തോന്നുന്നു മോൻസി ബ്രദർ കഴിഞ്ഞ മീറ്റിംഗ് ഒരിക്കൽ പറഞ്ഞു, എംബസിയിൽ വർക്ക് ചെയ്തതാണ്, അത് US എംബസിയിൽ വർക്ക് ചെയ്തതാണ്. നമ്മുടെ ഹെവൻ്റെ എംബസിയായി മാറുമെന്ന്, ആക്കാൻ പറ്റുമെന്നേ. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? സോ അതാണ് കിങ്ഡം സ്റ്റിൽ ഹിയർ. നമ്മുടെ ഭവനം ദൈവത്തിൻ്റെ കിങ്ഡമായി മാറും. ദൂതന്മാർ വസിക്കുന്നതാണ്, ഒരു ഓഫീസായി മാറും, ഫൈനാൻസിൻ്റെ ഓഫീസായി മാറും. എത്ര പേർ വിശ്വസിക്കുന്നത് അങ്ങനെ?
ഹല്ലേലൂയ. ഹോം ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് വാറായി മാറും. എൻ്റെ അമേരിക്കയിലെ പ്രസിഡന്റ് മാറ്റി ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് വാർ എന്നാക്കി. ഡിഫൻസിനെ മാറ്റി. ഡിഫൻസ് അല്ല, നമ്മൾ വാറാ. പ്രൊഫറ്റിക്കായിട്ട് പറയണം. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് വാറായിട്ട് മാറും. പൈശാചിക മണ്ഡലോട് യുദ്ധം ചെയ്യുന്ന. ആമേൻ. നമ്മുടെ ഭവനം അങ്ങനെ ആക്കണം. ആമേൻ. നിങ്ങൾ കയറുമ്പോൾ തന്നെ ഓരോന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിക്കഴിയും. ആമേൻ. വിടുതൽ നിങ്ങൾ കാണും. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാരണം അങ്ങനെയാണ് ഈ സ്വർഗരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന് ദൈവാത്മ പറയുന്നത്. കാരണം വി ആർ നമ്മുടെ ഒടൈൻ ചെയ്തിരിക്കുക. എന്തിനാണെന്ന് പറയുമ്പോൾ ടു ഓപ്പറേറ്റ് ഹിസ് കിങ്ഡം. സ്വർഗവുമായിട്ടൊരു ഹോട്ട് ലൈൻ കണക്ഷനാണ്. അവിടെ മൊബൈൽ കണക്ഷനൊന്നുമില്ല, ഹോട്ട് ലൈൻ കണക്ഷൻ. ഡയറക്റ്റ് ലിങ്കിലാണ് നമ്മളെ ഈ എംബസീസ് വർക്ക് ചെയ്യുന്നത്. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഗോഡ് വാണ്ട്സ് അസ് അങ്ങനെ ആകണമെന്നാണ് നമ്മുടെ ഓരോ ഭവനങ്ങൾ. ഈ കാൽഗറിയിൽ മൾട്ടിപ്പിൾ എംബസീസ് ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഭവനങ്ങൾ ഹെവൻലി എംബസീസായി മാറട്ടെ. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം റിസീവ് ചെയ്താട്ടെ. റാഖമൻ, എൻ്റെ ഭവനം ഹെവൻലി എംബസിയായി മാറട്ടെ. ആ ഹെവൻലി എംബസി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഭരിക്കുന്നത് ഹെവൻലി റൂൾസാ, ഹെവൻലി കിങ്ഡം റൂൾസാ. കിങ്ഡത്തിന്റെ എന്തെല്ലാം ഉണ്ടോ അവിടെ ഭരിക്കും. ഹല്ലേലൂയ. കിങ്ഡം ഭരിക്കുന്നിടത്ത് ബന്ധനത്തിന് ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനം ഒരു കാരാഗ്രഹമാണ്. ചിലർ എൻ്റെ ഒരു ഭവനം ഇതൊരു കാരാഗ്രഹമാണ്. വന്ന് എനിക്കറിയത്തില്ല, ആരോ പറഞ്ഞ വാക്കാ, പരിശുദ്ധന്മാർ പറയുന്നത്. ഈ ഭവനത്തിൽ കയറിയ ഒരു കാരാഗ്രഹത്തിൽ കയറുന്നത് പോലെയാണ്. പരിശുദ്ധനം ഇടപെടുക. നിങ്ങളവിടെ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു. നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഭവനത്തിൽ കയറിയ ഒരു കാരാഗ്രഹം പോലെയാണ്. അങ്ങനെ ചിന്തിച്ച നിങ്ങളോട് ദൈവാത്മാവ് പറയുക, ഹല്ലേലൂയ, നിങ്ങൾക്ക് അവിടെ ഒരു ഹെവൻലി എംബസിയാക്കി മാറ്റാൻ പറ്റും. ആ കാരാഗ്രഹത്തിനെ പൊട്ടിച്ച് പുറത്തിറക്കാൻ പറ്റും. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം 25 മുതൽ 26 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസും ശീലാസും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തെ പാടി സ്തുതിച്ചു. നാട്ടുകാരും കൂട്ടുകാരും കണ്ടവരെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. ആമേൻ. പെട്ടെന്ന് ചിലത് സംഭവിക്കാൻ പോകുന്നത്. എന്തുണ്ടായി? വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞ് വീണു. അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം 25 26 വാക്യ. പെട്ടെന്ന് ഇവർ ഭൂകമ്പത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്. ഇവരെ ചങ്ങല അഴിയാൻ വേണ്ടിയല്ല അവർ പ്രാർത്ഥിച്ചത്. കാരാഗ്രഹത്തിന്റെ സ്വർഗീയ എംബസിയാക്കിയൊക്കെ മാറ്റി. പിന്നെ ലോകത്തിന്റെ റൂൾസിന് അവിടെ കാനഡ നിയമത്തിന് പിന്നെ ഇന്ത്യൻ റൂൾസിന് നിന്നെ റൂൾ ചെയ്യാൻ പറ്റത്തില്ല. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. പെട്ടെന്ന് ചിലത് സംഭവിക്കാൻ പോവുക. എൻ്റെ ഭവനത്തിലെ ഈ കാരാഗ്രഹ അനുഭവങ്ങൾ മാറാൻ പോവുക. നിന്നെ ദൈവം പുറത്തെടുക്കാൻ പോകുക. അടിസ്ഥാനങ്ങൾ, ശത്രു ഇട്ട ചില അടിസ്ഥാനങ്ങൾ ഇന്ന് പകൽക്കാലം ഇളകാൻ പോവുക. ചില ചെയിൻസ് ഇന്ന് പൊട്ടി വീഴുന്ന ശബ്ദം നമ്മൾ ഇംഗ്ലീഷ് സെഷനിൽ പാടി കേട്ടതുപോലെ തന്നെ യു ആർ ഗോയിങ് ടു ഹിയർ ദ നോയ്സ് ഓഫ് ദ ചെയിൻസ്. ബ്രേക്കിംഗ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? പെട്ടെന്ന് ചിലത് സംഭവിക്കും. പെട്ടെന്ന് അത്ഭുതമേശ. ദൈവമേ, എൻ്റെ ഭവനം ഒരു എംബസി, ഹെവൻലി എംബസിയായി മാറട്ടെ. അത്ഭുതമേശം. പെട്ടെന്ന് ചിലത് സംഭവിക്കും. അവർ ചങ്ങല പൊട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല. കാരാഗ്രഹം തുറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല. They just praise God.
നന്ദി പറയാൻ തുടങ്ങി, നന്ദി പറയാൻ തുടങ്ങി, നന്ദി പറയാൻ. കണ്ണുകളൊന്ന് അടച്ചാട്ടെ. എന്നെ ആരും നോക്കണ്ട, എന്നെ ആരും നോക്കണ്ട, എന്നെ ആരും നോക്കണ്ട, എന്നെ ആരും നോക്കണ്ട. ഹോളി സ്പിരിറ്റ് ഈസ് മിനിസ്റ്ററിംഗ് ടുഡേ. നിങ്ങളെവിടെ ദൈവം കൊണ്ടുവന്നതാ. ഹോളി സ്പിരിറ്റ് ഈസ് മിനിസ്റ്ററിംഗ്. പെട്ടെന്ന് ചിലത് സംഭവിക്കും. പ്രതീക്ഷിച്ചിരിക്കാത്ത ചില മണ്ഡലങ്ങൾ ദൈവം പ്രവർത്തിക്കാൻ പോവുക. പെട്ടെന്ന് 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 സംഭവിക്കും. പറഞ്ഞാട്ടെ, എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തെ നോക്കി പറഞ്ഞാട്ടെ, പെട്ടെന്ന് അത് സംഭവിക്കാൻ പോവുക. ചില ചങ്ങലകൾ പൊട്ടുക, നിന്നെ വരിഞ്ഞു കെട്ടിയത്, നിന്നെ ഒതുക്കിയത്, ആ സ്പിരിച്വൽ ലൈഫിനെ ഒതുക്കിയത്, ദൈവീയ പദ്ധതിയിൽ വിടാതെ നിന്നെ ഒതുക്കിയ മണ്ഡലം, നിന്നെ പിൻപനാക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. അതിനെ ഒന്ന് പൊട്ടിച്ച് നീ പുറത്തു വരണം, മുമ്പിലേക്ക് ഓടി വരണം, പൊട്ടിച്ച് പുറത്തു വരണം, പുറത്തു വരണം, പുറത്തു വരണം. ദൈവത്തെ നന്മകൾ ഓർത്ത് കഴിഞ്ഞാൽ വെറുതെ പിറകെ ഇരിക്കാൻ പറ്റത്തില്ല. യു റൺ. വഴി